ഹലോ ഗായ്സ്, അയ്യോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഇന്നലെ ഞങ്ങൾ വന്നു, ഇവിടെ ചുമ്മാ കറങ്ങി നടന്നു. ഇന്ന് നമ്മൾ ഫസ്റ്റ് ഡേ ആണ്. നമ്മൾ ഷുംബലാക്കിലേക്ക് പോവാണ്. ഷുംബലാക്ക് അവിടെ ഭയങ്കര സ്നോ അങ്ങനെയൊക്കെ ആയിട്ട് ഹിൽസ്, കേബിൾ റൈഡ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോകാൻ റെഡി ആയിട്ടേക്കാണ്. നമ്മളിപ്പോൾ തന്നെ പോവും. കസക്കിസ്ഥാനിലെ ഫേമസ് മൗണ്ടെയിൻ റിസോർട്ടാണ് ഷിംബുലാക്ക്. അതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ചിംബുലാക്ക്. സെൻട്രൽ ഏഷ്യയിലെ ലാർജസ്റ്റ് സ്കീ റിസോർട്ടാണ് ചിംബുലാക്ക്. ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ഉണ്ട് അവിടെ. സ്കൈയിങ്, സ്നോ ബോർഡിങ്, ഹൈക്കിങ്, ട്രെക്കിംഗ്, പാരഗ്ലൈഡിങ്, മൗണ്ടെയിൻ ബൈക്കിംഗ് എന്ന് പറഞ്ഞിട്ട് കുറേ ആക്ടിവിറ്റീസും കൂടി ഉണ്ട്. അൽമാട്ടി സിറ്റിയിൽ നിന്നും 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഷിംബുലാക്കിലെത്താം. സിറ്റിയിൽ നിന്ന് ടാക്സി പിടിച്ച് വരാനും അധികം എക്സ്പെൻസീവ് ഒന്നും അല്ല കേട്ടോ. ഷിംബുലാക്ക്.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഇവിടുത്തെ എല്ലാ ടിക്കറ്റ്സും എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓൺലൈനിലായിട്ടോ അല്ലെങ്കിൽ നേരിട്ട് വന്നോ നമുക്ക് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ലൈവ് സ്ട്രീമിങ്ങും ഉണ്ട് ഈ വെബ്സൈറ്റിൽ. ഇപ്പോൾ എന്തോരം സ്നോഫോൾ ഉണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ ടെമ്പറേച്ചർ എന്താണ്, എല്ലാം നമുക്ക് ഈ സൈറ്റിൽ കൂടെ ചെക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോവാം. സത്യം പറഞ്ഞാൽ ഈ ലൈവ് ഞാൻ ഇപ്പോഴും ഇരുന്ന് കാണാറുണ്ട്. പോകാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ചുമ്മാ പോയ സ്ഥലം വീണ്ടും കാണാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. മഞ്ഞൊക്കെ ശരി, നല്ല സൂര്യ വിളിച്ചിട്ടുണ്ട്. ഞങ്ങളെത്തി ഷിംബുലാക്ക് ഗൈസ്. എൻ്റെ ഫസ്റ്റ് സ്നോ എക്സ്പീരിയൻസ് ആണ്. ഞാൻ മുന്നേ നമ്മുടെ ചാലക്കുടിയിൽ സ്നോ സ്റ്റോമിൽ ആർട്ടിഫിഷ്യൽ സ്നോ കണ്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ സ്നോ. ലെറ്റ്സ് ഗോ. മൂക്കൊന്ന് തൊട്ടിട്ട് അറിയണം കൂടി ഇല്ല. കേബിൾ കാറിൽ പോവാണ്. കേബിൾ കാർ നമുക്ക് 3 ലെവൽസ് ആണുള്ളത്. എല്ലാം കൂടി 5000 ടെങ്കെ, അതായത് ഒരു 36-37 ദിറംസ് അടുത്താണ് എൻ്റെ കോസ്റ്റ് പെർ ഹെഡ്. അത് ആളെ കാണില്ല. ഇതാണ് നമ്മുടെ കോർഡിനേറ്റർ. അല്ല, ആരും കാണാത്തന്നെ കുഴപ്പമില്ല. ഞങ്ങള് ലെവൽ 1-ലെത്തി. ഇതാണ് ലെവൽ 1. ഇനി അടുത്ത ലെവൽ, അങ്ങനെ 3 ലെവൽ 3 ലെവൽസ് അല്ല ഉള്ളത്. 3 കേബിൾ കാർസ്, 3 ലെവൽ ഓഫ് കേബിൾ കാർ ഉണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് സ്നോ, എൻ്റെ ബിബിൻ ചേട്ടൻ്റെയും ഫസ്റ്റ് സ്നോ ആണ്. ഇവരൊക്കെ പിന്നെ ഓൾറെഡി കണ്ട ടീംസാണ്. ഞാൻ എക്സൈറ്റഡ് ആണ്. ബിബിൻ ചേട്ടനോ? കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് മൊത്തമില്ലല്ലോ. ഭയങ്കര തിരക്കാണ് കേബിൾ കാറിന് കയറാൻ. ക്യൂ നിൽക്കാണ്. ലെവൽ 2 കേബിൾ കാർ. താഴെ പോയാലും കുഴപ്പമില്ല, പക്ഷെ ക്ലാസ്സിലല്ലേ വീഴുള്ളൂ. വിവിൻ ചേട്ടൻ താഴെ ഇട്ടോട്ടാ. ഇവിടെ എല്ലാ സ്ഥലം മേടിക്കാൻ പോണം. 5 സെന്റ് എനിക്കുണ്ടോ? വേറെ 1 കോടി ഇല്ലേന്നു. നടന്നോടെ പോവാൻ ഞാൻ എൻ്റെ ലൈഫിലെ ഫസ്റ്റ് സ്റ്റോ. എടുക്കണ്ട തണുക്കും.
ഞാനങ്ങനെ ചെറുപ്പം തൊട്ട് സ്വപ്നം കണ്ട മഞ്ഞ്. നീ എവിടെയെങ്കിലും നിൽക്ക് ശമ്പൂ. കുറച്ചെടുത്ത് ഇതാണ് സ്ഥലം. ഒരു രക്ഷയില്ല. മനുഷ്യൻ ചത്ത് തണുത്ത് ചത്ത് മരവിച്ചിട്ടാണ്. ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല എനിക്ക്. അമ്മാതിരി തണുപ്പാണ് ഗൈസ്. ഓ നമ്മള് പല പ്ലാനും റീല് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വന്നു, പക്ഷെ ഒന്നും നടക്കണില്ല. നീ സാരി ഉടുക്കുന്നില്ല ഗ്രേസ്? സാരി ഉടുക്കുന്നില്ല ഈ മഞ്ഞത്ത് നിന്ന്? അങ്ങനെയൊക്കെ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. മഞ്ഞത്ത് സാരി, മഞ്ഞത്തെ പട്ടുപാടയും ബ്ലൗസും എന്തൊക്കെയായിരുന്നു. മഞ്ഞ അത്തപ്പൂക്കളം, അമ്മേ വടംവലി. ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു മഞ്ഞിനെ. നമ്മള് കേബിൾ കാറിൽ കയറി താഴെ പോവാ. അവരൊക്കെ ചെയ്യുന്നത് വീഡിയോ ഇവന്റ് ഒക്കെ കൊണ്ടുവച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? പലരൊക്കെ തീർത്ത് അങ്ങനെ എല്ലാം കഴിഞ്ഞ് എല്ലാരും എന്താണെന്ന് പറയാ, ഒരു വേർഡ് പറയല്ലോ നമ്മള്, സംതൃപ്തി, നിർവൃതി അടഞ്ഞു എല്ലാവർക്കും മഞ്ഞ് കണ്ട്. എനിക്ക് ഗ്രോസറി ഒക്കെ തീർന്നു. അതെന്ത് അങ്ങനെ ഞങ്ങള് തിരിച്ച് താഴെ എത്തി. നമ്മളെ മുകളിലൊന്നും അങ്ങനെ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ കൈ തല കാല് എന്തുറ്റെല്ലാം മരവിച്ചൊരവസ്ഥയിലാണ്. നമ്മളിങ്ങനെ ഇറങ്ങി രാവിലെ ഒരു ബ്രെഡ് കഴിച്ചതാണ്. ഇപ്പം സമയം 3 മണിയായി. എന്തെങ്കിലും ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാൻ പോവാണ്. കസക്കിസ്ഥാനിലെ ഒതൻറ്റിക് ഫുഡ് കഴിക്കണമെങ്കിൽ നവാത്തിലേക്ക് പോയാൽ മതി. അവിടുത്തെ സ്പെഷ്യലായിരുന്നു ഹോഴ്സ് മീറ്റ്. ഞങ്ങളതും ട്രൈ ചെയ്തായിരുന്നു. ഗൈസ് ഞങ്ങളൊരു അറിയില്ല കുതിരപ്പാല് വെച്ച് ഉണ്ടാക്കിയതാണ്. കുതിരപ്പാലിന് ചിയേഴ്സ്. അപ്പം കുതിരപ്പാല് കുടിച്ചു നോക്കാം. പുളി പാല് പിരിഞ്ഞ. ഫുഡ് കഴിക്കാൻ വന്ന വഴിക്കൊരു ഇങ്ങനത്തെ വലിയൊരു കടകൾ കണ്ടു. കയറി നോക്കാന്ന് വിചാരിച്ചു. വേൾഡ് വാർ 2 നടന്നപ്പോൾ ഇവിടുത്തെ സോൾജേഴ്സിന് ട്രിബ്യൂട്ടിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഇത്. അങ്ങനെ നമ്മൾ ഷിംബുലാക്കിലൊക്കെ പോയി വന്നു. നാളെ നമുക്ക് വേറൊരു സ്ഥലത്ത് സ്റ്റേ ആണ്. അപ്പം കോസ്റ്റ്ലായി. അപ്പൊ ഇവിടെ അപ്പൊ ഇവിടുന്ന് നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പോണം. അപ്പൊ നമ്മൾ ഇന്നിവിടെ ചെറുതായിട്ട് ഇന്നലെ മേടിച്ച നൂഡിൽസ് കുക്ക് ചെയ്യുന്ന വിചാരിച്ചു. നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് മാഗി ഉണ്ടാക്കുകയാണ്. മാഗി അല്ലത് വേറെന്താ സാധനം. ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ ഇന്ന് ഷിംബുലാക്ക് കേബിൾ കാർ അങ്ങനെയൊക്കെ റൈഡൊക്കെ കയറി. ഇപ്പോൾ സമയം 8:30 പക്ഷെ ഇവിടെ ഒരു കാലാവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയും ഒരു 11 മണി അങ്ങനത്തെ ലുക്കാണ് പുറത്തൊക്കെ. അപ്പം ഞങ്ങൾ ചുമ്മാ അടുത്തൊരു മോളുണ്ട്, അവിടെ നിന്ന് പോവാന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒന്ന് അവിടെ കയറി നാളെ ഞങ്ങൾക്ക് രാവിലെ
7 മണിക്ക് വണ്ടി വരും. 5 മണിയാകുമ്പോൾ എണീക്കണം. സാധനങ്ങൾ ഫുള്ള് പാക്ക് ചെയ്ത് വേറെ സ്ഥലത്താണ് സ്റ്റേ. അപ്പോൾ അതിന് മുന്നേ വേഗം പോയി വരണം. നല്ല തണുപ്പുണ്ട്. നേരത്തെ ടെമ്പറേച്ചർ നോക്കിയപ്പം -1 ആണ്. സത്യം പറഞ്ഞാൽ ശുംബലാക്കി പോയിട്ട് അധികം വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ ഫസ്റ്റ് ടൈം സ്നോ എക്സ്പീരിയൻസ് ആയിരുന്നു. അതും എന്നെ കൊണ്ട് പറ്റണുണ്ടായില്ല. കൈ വിറയ്ക്കുന്നു, കാല് വിറയ്ക്കുന്നു, പിന്നെ എവിടേക്കോ വിറയ്ക്കുന്നു. അങ്ങനെ ഞങ്ങൾ വീഡിയോ ഫോട്ടോ എടുക്കലൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. എന്തായാലും ജസ്റ്റ് എൻജോയിങ് മാത്രമായിരുന്നു. തണുപ്പ് എൻജോയ് ചെയ്ത് നടക്കായിരുന്നു. എന്താ അവിടെ വീഡിയോ എടുക്കുന്നേ? നിന്നോടാ. അപ്പോൾ ഞങ്ങളുടെ റൂമിൽ നിന്ന് ഒരു മിനിറ്റ്. ഇതാണ് മെഗാ മാൾ. എല്ലാ ബ്രാൻഡ്സ് ഉണ്ട് കേട്ടോ. H&M, സാറ, പിന്നെ ബർഷ്ക, പുള്ളാമ്പിയർ എല്ലാം ഉണ്ട് ഇവിടെ. നോക്കി നോക്കാം. നവാത്ത്. എടി നവാത്ത്, നമ്മൾ പോയ നവാത്ത് ഫുഡ് കഴിക്കാൻ പോയില്ലെന്ന് ഉച്ചക്ക്. അതിൻ്റെ ഉണ്ട് കേട്ടോ ഇവിടെ ബ്രാൻഡ്. ഓക്കെ, കം ലെറ്റ്സ് എക്സ്പ്ലോർ. ഇവിടുത്തെ കസ്റ്റമർ സർവീസ് എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളാണോ കടയിൽ വന്നത് അല്ലെങ്കിൽ അവരാണോ കടയിൽ വന്നത് പോലെയാ. അവർക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല ഞങ്ങൾക്ക് എന്നും കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നിങ്ങൾ വേണമെങ്കിൽ എടുത്തിട്ട് പോയാൽ മതി എന്നുള്ള മട്ട. ടു ബാഡ്. ഇവിടുത്തെ 20,000 നോട്ടാണ്. വെറും 20,000. അങ്ങനെ ഞങ്ങൾ 5300 ടെങ്കയുടെ ഫുഡ് ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ എനിക്ക് മക്ഡൊണാൾഡ്സ് ഒക്കെ ചീപ്പായിട്ട് തോന്നി. ഞങ്ങൾ മക്ഡൊണാൾഡ്സിനാണ് ഫുഡ് ഓർഡർ ചെയ്തേക്കണേ. പുറത്ത് വന്നാലും നമുക്ക് അവിടുത്തെ ആ KFC മക്ഡൊണാൾഡ്സിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയണമെന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചായിരുന്നപ്പോൾ ഈ പ്രാവശ്യം കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ മക്ഡൊണാൾഡ്സ് ഉണ്ടോ? ഇതിങ്ങനെ എഴുതാം, I love മക്ഡൊണാൾഡ്സ്. അപ്പോൾ ഗൈസ്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ കസക്കിസ്ഥാൻ എക്സ്പ്ലോറിങ്, അതായത് അവരുടെ കറൻസി നമുക്ക് അഫോർഡബിൾ ആയതുകൊണ്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം, വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ അവരുടെ ഒരു കസ്റ്റമർ സർവീസ് കാര്യങ്ങളൊക്കെ വലിയ മൈൻഡിൽ വെച്ചാൽ മതി. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ നാളെ ഞങ്ങൾക്ക് വേഗം പോകണം. ഫുഡും എല്ലാം ഒരു ഡിലേ ആണല്ലേ ഇവിടെ മാളിലൊക്കെ കേട്ടോ. നമ്മൾ സ്ട്രീറ്റ് ഫുഡൊക്കെ പോയി കഴിഞ്ഞാൽ അവർ റെഡിയാക്കി വെച്ചാൽ അപ്പം തന്നെ പെട്ടെന്ന് എടുത്തു വന്ന അത്യാവശ്യം നല്ല സർവീസാണ്. നമുക്കതിഷ്ടമായി. മാൾ സർവീസ്, ചില ഹോട്ടലൊക്കെ നമ്മുടെ കൂടെ ഏതെങ്കിലും ലോക്കൽ വേണം, എന്നാലാണ് അവർ ആ ഒരു സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുള്ളൂ. ഇപ്പം ഇന്നലെ നമ്മൾ പോയ സ്ഥലത്ത് അവർ നിങ്ങൾ തിന്നിട്ട് വേണമെങ്കിൽ എന്നൊരു മട്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ ചെന്ന സമയത്ത് നമ്മുടെ കൂടെ ഇവിടുത്തെ ഡ്രൈവർ ഉള്ളതും ഇവിടെ അറിയണ ഒരു ആൾക്കാർ ഉള്ളത് കൊണ്ട് ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. കഴിച്ചിട്ട് ബാക്കി പറയാം. ഗൈസ്, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഓർബിറ്റിൻ്റെ ആഡിനാണ്. ഞാൻ നടന്നോണ വഴിക്ക് ഒരു ഓർബിറ്റിൻ്റെ ഇത് വെച്ചിട്ട് ഒരു ചുമ്മാ റിംഗ് ലൈറ്റൊക്കെ ആയിട്ട് ഒരു സെറ്റപ്പ്. അയ്യോ, ഉള്ള ലൈറ്റ് പോയി പണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. സീ യു നെക്സ്റ്റ് വ്ലോഗ്.